ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഈ 2026 ചേഞ്ച് ആവാൻ പോകുന്ന ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് ചേഞ്ച് ആവാൻ പോകുന്ന കുറച്ച് മെയിൻ ബാങ്കിങ് റൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ബാങ്കിങ് ചെയ്യുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ആളാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിലും ഇപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ വീഡിയോ മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവർക്ക് ഈ ഡെയിലി വ്ളോഗുകളിലൊക്കെ തിരിച്ചു പോവാം. അങ്ങനെ ഏൺ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾ ബാങ്കിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ കുറേ ചാർജസുകളും അതുപോലെ കുറേ ഫ്രീ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ 5-6 റൂൾസുകളാണ് ചേഞ്ച് ആയ റൂൾസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ് ക്വാളിഫയർ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെച്ച് നേട്ടാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് വന്നേക്കുന്ന ചെയ്യുന്നത് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പം നമ്മുടെ ATM വിഡ്രോവൽ നമുക്കിപ്പോൾ ATM കാർഡ് വേണമെന്നില്ല. നമുക്ക് UPI ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ATM ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് QR കോഡ് വരും. നമ്മുടെ UPI ATMകളുണ്ട്, ഇപ്പോൾ ഹിറ്റാച്ചിയുടെ ഒക്കെ UPI ATMകളുണ്ട്. സെലക്ടഡ് ബാങ്കുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൽ നമുക്ക് QR കോഡ് വരും. അത് സ്കാൻ ചെയ്താൽ മതി, നമുക്ക് ഇതുപോലെ ക്യാഷ് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ റൂള് പുതിയതായിട്ട് ചേഞ്ച് വന്നേക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ ATMൽ നിങ്ങൾക്ക് അറിയാം, ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു മാസത്തിൽ ഫ്രീ ലിമിറ്റ് ഉണ്ട്, 5 3 ഡിപ്പെൻഡ്സ് അപ്പോൺ ബാങ്ക് കാർഡൊക്കെ ആയിട്ട്. അതിൽ നിങ്ങൾ ഈ UPI ട്രാൻസാക്ഷനും അതിൽ ഇൻക്ലൂഡർ ആയിരിക്കും കേട്ടോ. അതായത് മന്ത്ലി നിങ്ങൾക്ക് 5 ഫ്രീ എങ്കിൽ നിങ്ങൾ UPI ഉപയോഗിച്ചിട്ട് 5 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചാർജബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് UPI ATM ട്രാൻസാക്ഷനും ഇനി നമ്മുടെ നോർമൽ ATM ട്രാൻസാക്ഷൻ്റെ പോലെ തന്നെ ആ ഫ്രീ ലിമിറ്റിൽ കൗണ്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് റൂൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂൾ. രണ്ടാമത്തേന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഇനി പാൻ കാർഡ് ഭയങ്കര കമ്പൽസറി ആക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ പാൻ കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ, പാൻ കാർഡ് മിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ പുതിയ പാൻ കാർഡ് എടുത്ത് വെക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് മിക്ക എല്ലാ ഹൈ വാല്യൂ ട്രാൻസാക്ഷനും ഈ സാധനം കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ അങ്ങനെ എല്ലാ സംഭവത്തിനും ഇപ്പോൾ പാൻ കാർഡ് കമ്പൽസറി ഉണ്ട്. ആധാർ കാർഡ് ഇല്ലെങ്കിൽ പോലും അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ ഈ മണി റിലേറ്റഡ് ബാങ്കിങ് റിലേറ്റഡ് സംഭവത്തിന് പാൻ കാർഡ് ഇല്ലാണ്ട് ഒരു സംഭവം നടക്കില്ല. അപ്പോൾ സംഭവം എടുത്ത് വെക്കാൻ മറക്കരുത്. ഭയങ്കര കമ്പൽസറി ആക്കിയിട്ടുണ്ട്. വിഡ്രോവൽ ആയിക്കോട്ടെ, ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഇപ്പോൾ പാൻ കാർഡ് വേണം. എസ്പെഷ്യലി നിങ്ങളുടെ എമൗണ്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ കേട്ടോ. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഇൻകം ടാക്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻകം ടാക്സിൻ്റെ നോട്ടീസും ഞങ്ങളൊക്കെ കുറേ പേർക്കൊക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ ആക്ച്വലി ഇൻകം ടാക്സിന് പുതിയ റൂള് വന്നിട്ടുണ്ട്. പുതിയൊരു ഒരു റൂൾ എന്നല്ല, പുതിയൊരു അധികാരം കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കൂടി അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഷോ ഓഫ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളുടെ ഇൻകം മാച്ച് ആവുന്നില്ലെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളിപ്പോൾ വീട് വാങ്ങിച്ചു സംഭവം എന്നൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും നിങ്ങളുടെ ഇൻകം നിങ്ങളങ്ങനെ ഫയൽ ചെയ്ത ITR മാച്ച് ആവുന്നില്ലെങ്കിൽ നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മെയിനായിട്ട് ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമേഴ്സിനാണ് ഈ സംഭവം ഞാൻ പറയാൻ മെയിൻ കാരണം കേട്ടോ. അടുത്ത് നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. സീറോ ബാലൻസ് അക്കൗണ്ട് ഇപ്പോൾ ആക്ച്വലി ബാങ്കായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും സീറോ ബാലൻസ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി സ്റ്റേറ്റ് ബാങ്കിൽ സീറോ ബാലൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറോ ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് പോയി പണി നോക്കാന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു എക്സ്പ്രഷനാണ്. ഇനി അത് പറ്റില്ല. ആക്ച്വലി സീറോ ബാലൻസ് അക്കൗണ്ടിനെ ബാങ്കായിട്ട് ഇപ്പോൾ നമ്മുടെ RBI പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ബെനിഫിറ്റ്സുകളും അതുപോലെ അവരെ ATM കാർഡ് ഫ്രീ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബാങ്കിലും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമുക്ക് അത് ഇല്ല എന്ന് പറയാനുള്ള ഒരു അധികാരം ഇപ്പോൾ ബാങ്കിന് ഇല്ല. നിങ്ങൾക്ക് സീറോ ബാലൻസ് തന്നെ എടുക്കാം. അതുപോലെ തന്നെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇനി എന്താ വെച്ചാൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി അതിൻ്റെ ഒരു ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രീമിയം അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ് ഇടാണ്ടിരിക്കില്ല കേട്ടോ. ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ഇപ്പോൾ കുറേ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ സ്ലൈസ് ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഡസൻഡ് ലൈറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാത്തൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇൻഡസൻ്റെ ലിങ്കിൻ്റെ റെഫറലിൽ കഴിഞ്ഞോ എന്നറിയില്ല. സ്ലൈസ് സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ എന്തായാലും ഞാൻ കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ടുള്ളതുണ്ട്. ബാക്കി അക്കൗണ്ട് ഉള്ളത് ഞാൻ താഴെ കൊടുക്കട്ടെ. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് സപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്താ പറയുക, jnki.banksupport.in എന്നാണ് നമ്മുടെ. നിങ്ങൾക്ക് അതിൽ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക എലിജിബിലിറ്റി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടാ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന കുറച്ച് ക്രെഡിറ്റ് കാർഡ്സുകളുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ ZAPൻ്റെ റെഫർ ലിങ്കിലാണ് ഇപ്പോൾ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അപ്പോൾ അടുത്ത റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ഫ്രോഡ് കോമ്പൻസേഷനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഡിജിറ്റലി ഫ്രോഡിൽ അകപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ഫ്രോഡുകളുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാണ്ട് ബാക്കിയുള്ള ഫ്രോഡുകളുടെ അല്ല. ഡിജിറ്റൽ ഫൈനാൻഷ്യൽ ഫ്രോഡുകളുണ്ടല്ലോ, അതിനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു പുതിയ കോമ്പൻസേഷൻ റൂൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ നടന്ന ഫ്രോഡ് എന്ന് പറയുന്നത് 50K
അതായത് 50,000 ഉള്ളിൽ വരുന്ന ഒരു ഫ്രോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി അതിന്മേ 85% കോമ്പൻസേഷൻ കിട്ടാനുള്ള ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. അതായത് അതിൽ നിങ്ങൾ മാക്സിമം 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ സാധനം ഒരു ലൈഫ് ടൈമിൽ 1 വർഷം മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാത്തിലും കയറി എല്ലാ ആഴ്ചയിലും പോയിട്ട് ഫ്രോഡിൽ പെട്ടിട്ട് പോയി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലൈഫ് ടൈമിൽ ആകെ 1 വർഷം മാത്രമേ ഈ സംഭവം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി 50,000 താഴെയുള്ള ഒരു ഡിജിറ്റൽ ഫ്രോഡിലാണ് നിങ്ങൾ പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ റൂള് ബെനിഫിറ്റ് കൊണ്ട് 85% വരെ നമുക്കത് കോമ്പൻസേഷൻ കിട്ടും RBIയുടെ സൈഡിൽ നിന്ന് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോൺ റിക്കവറി റൂൾസ് ആണ് വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ കുറേ പേര് ലോൺ എടുത്തിട്ട് നമ്മുടെ ലോൺ റിക്കവറി സൈഡിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹരാസ്മെന്റും കോൾ ചെയ്തിട്ടും വീട്ടിൽ വന്നിട്ടും അങ്ങനെ കുറേ ഇഷ്യൂസുകളും കാണാനൊക്കെ ഉണ്ട്, കുറേ കംപ്ലൈൻസുകളും കാണാനൊക്കെ ഉണ്ട്. എസ്പെഷ്യലി പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ കുറേ കംപ്ലൈൻറ്റ്സ് കാരണമൊക്കെ നിങ്ങൾക്ക് RBI ബാങ്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ട്വിറ്ററിലൊക്കെ ഇറങ്ങി നോക്കാൻ കാണാൻ പറ്റും. അപ്പോൾ അതിനെതിരെ ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രിക്റ്റ് റൂള് RBI കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഹരാസ്മെന്റ് പരിപാടികളും കോൾസ് പരിപാടികളും നടക്കില്ല. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ടൈമിംഗ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈവനിങ് വരെ നമുക്ക് ബാങ്കിങ് ടൈം പോലെ തന്നെ ഒരു ഈവനിങ് വരെ മാത്രം നമുക്ക് ഇനി ഇതിന്റെ അതായത് ലോൺ റിക്കവറി ആൾക്കാർക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവസി ഭയങ്കര ഇതാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഇവരെ വിളിച്ചിട്ട് എന്താ പറയുക ത്രട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പോൾ പറ്റില്ല. അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്കിനെതിരെ ഹെവി പെനാൽറ്റി അല്ലെങ്കിൽ ആ എന്താ പറയുക ഈ ലോൺ റിക്കവറി അല്ലെങ്കിൽ ലോൺ റിക്കവറി ഇപ്പോൾ ചെയ്യുന്നത് ഏജൻസി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ലൈസൻസ് വരെ പോകാനുള്ള എന്താ പറയുക ഹാർഡൻ ചെയ്തിട്ടുണ്ട് അവരുടെ റൂൾസുകൾ കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ റൂൾസുകൾ വന്നേക്കുന്നത് ബാങ്കിങ് സൈഡിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമന്റ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം, ബൈ.